നാളത്തെ എപ്പിസോഡിൽ സച്ചി അച്ചമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അച്ചമ്മനെ കണ്ടതും സച്ചി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അച്ചമ്മ ചോദിക്കും, നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഇവിടേക്ക് എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അച്ചമ്മേനെയും കണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറയും കേട്ടോ. അങ്ങനെ സച്ചി അച്ചമ്മേനെയും കൊണ്ട് ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ സച്ചി അച്ചമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ അച്ചമ്മ പറയും, ഇനി നീ വരുമ്പോൾ രേവതീനെ കൊണ്ടുവരണം, ഇനി നിങ്ങൾക്കൊരു കുഞ്ഞായിട്ട് ആ കുഞ്ഞിനെ എനിക്കിതുപോലെ കളിപ്പിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ വേണമെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, അച്ചമ്മയുടെ മനസ്സിൽ കുറേ പ്ലാനുകളുണ്ടല്ലോ, രേവതി പ്രസവിക്കാൻ ഒരു കുട്ടീനെ അല്ലേ പ്രസവിക്കുക, 4 പിള്ളേരെ പ്രസവിക്കുക എന്നൊക്കെ പറയും. അത് നമുക്ക് എന്തായാലും കണ്ടറിയാം, എത്ര കുഞ്ഞുങ്ങളായാലും ഞാൻ നോക്കുക അവരേനെ എന്ന് പറയും കേട്ടോ. അതുപോലെ നമ്മുടെ ചന്ദ്രമതിക്ക് ഒരു കോൾ വരികയാണ്. അപ്പോൾ ചന്ദ്രമതി അറിയാത്ത നമ്പറായ കാരണം ആരാണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ മലേഷ്യയിലുള്ളത് എന്ന് പറയും. അപ്പോൾ അച്ഛനാണോ? അയ്യോ, ശ്രുതിയുടെ അച്ഛൻ എല്ലാ പ്രശ്നങ്ങളും മാറി തിരിച്ച് വിളിക്കുന്നത് എനിക്ക് അറിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അച്ഛനല്ല, ചെറിയച്ഛനാണെന്ന് പറയും. ഓ അതെയല്ലേ, അപ്പോൾ അച്ഛനും ഇനി അവളോടുള്ള പിണക്കൊക്കെ മാറി വിളിക്കുമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അതിനുശേഷം ശ്രുതിനെ വിളിച്ച കാര്യം പറയുമ്പോൾ ശ്രുതിക്ക് ആകെ ടെൻഷനാവുകയാണ്. കാരണം ഇല്ലാത്തൊരു ചെറിയച്ഛൻ എങ്ങനെ വിളിച്ചു എന്നുള്ളതാണ് ശ്രുതിയുടെ സംശയം. അപ്പോൾ അതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ.